ഇലക്ഷൻ നമ്മൾ കളിച്ചു, താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് കളിച്ചു. 10 വർഷം MLA ആയി തെരഞ്ഞെടുത്ത ഒരു മണ്ഡലത്തെ പാകിസ്ഥാനൊക്കെ എന്ന് വിശേഷിപ്പിച്ചത് ഒരു ശരിയായ നടപടിയായി തോന്നുന്നുണ്ടോ? എന്തായാലും അത് ഈ ഇലക്ഷന് ജനം വിലയിരുത്തട്ടെ. കേരളത്തിന്റെ കായിക മന്ത്രി കൂടിയായിരുന്നല്ലോ വി അബ്ദുറഹ്മാൻ എന്ന താങ്കൾ. കായിക മന്ത്രി ആയിരിക്കെ കേരള ജനതയ്ക്ക് അങ്ങൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. അടുത്ത ഒക്ടോബർ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാകും. എന്തായാലും വാക്കുപാലിക്കാത്ത കായിക മന്ത്രി എന്ന പേര് ഇനി താങ്കൾക്ക് സ്വന്തം. ഒരു മണ്ഡലത്തിലെ പ്രതിനിധി അഥവാ MLA ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കേണ്ടത് അവിടുത്തെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ളമായിരിക്കുമല്ലോ. എന്താണ് താനൂർ മണ്ഡലത്തിലെ കുടിവെള്ളത്തിന്റെ സ്ഥിതി? 10 വർഷമായി താങ്കൾക്ക് അവിടുത്തെ കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ തിരൂർ മണ്ഡലം മുമ്പ് തന്നെ ഏറെക്കുറെ പല പഞ്ചായത്തുകളും സമ്പൂർണ്ണമായി കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരുന്നതും കോളി മൊയ്തീൻ സാഹിബ് MLA ആയതിനു ശേഷം കുടിവെള്ള പ്രശ്നം നേരിടുന്ന 33,000 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം എത്തിച്ചു കൊടുത്തത്. അതിലേറ്റവും രസകരം താനൂർ മണ്ഡലത്തിലെ ജനങ്ങൾ പോലും തിരൂർ മണ്ഡലത്തിലെ കുടിവെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി MLA വി അബ്ദുറഹ്മാൻ ആയിരുന്നു, 5 വർഷം മന്ത്രിയായിരുന്നു. എന്നാൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ഈ നാട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. തിരൂര് മണ്ഡലത്തിന്റെ വെള്ളമാണ് കിട്ടുന്നത്, താനൂരിന്റെ ആണ് കിട്ടേണ്ടത്, ഇപ്പോഴും ശരിയായിട്ടില്ല. താനൂർ മണ്ഡലത്തിന്റെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു MLA ആണ് അദ്ദേഹം. ഇപ്പോൾ തിരൂരിലേക്ക് ഇതൊക്കെ ഭയന്ന് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് 6 മാസം കൊണ്ട് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ഇവിടെ ചോദിച്ചത്. അത് നൽകാതെ ഒരു ഭയന്നോടുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായത്. തിരൂരിലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ട്രാഫിക് കുരുക്കാണ്. തിരൂർ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ താഴെപ്പാലത്തും അതുപോലെ തന്നെ സിറ്റി ജംഗ്ഷനിലും നമുക്ക് പുതുതായി 2 മേൽപ്പാലങ്ങൾ പണി കഴിപ്പിച്ചതായും ഗതാഗത യോഗ്യമാക്കിയതായിട്ട് കാണാൻ കഴിയും. എന്നാൽ മറിച്ച് താനൂർ മണ്ഡലത്തിലേക്ക് തിരൂരിൽ നിന്ന് നിങ്ങൾ കോട്ടക്കലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വൈലത്തൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗതാഗത കുരുക്കിന് എന്തെങ്കിലും പ്രശ്നപരിഹാരം സ്ഥലം MLA ആയ വി അബ്ദുറഹ്മാൻ ചെയ്തോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ ആരോഗ്യരംഗം പരിശോധിക്കുകയാണെങ്കിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പ്രധാനമായിട്ടും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ ഗവൺമെന്റ് കോളേജായ തുഞ്ചൻ ഗവൺമെന്റ് കോളേജിലേക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്താനും അതുപോലെ മലയാള യൂണിവേഴ്സിറ്റിയിലെ കേന്ദ്രത്തിന് വേണ്ടിയിട്ടും അതിന്റെ വനിതാ ഹോസ്റ്റലിന് വേണ്ടിയിട്ടും ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചു. അതേസമയം നമ്മൾ താനൂർ മണ്ഡലത്തിലേക്കൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മുടെ മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ശ്രമഫലമായ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിച്ചെങ്കിലും പിന്നീട് 10 വർഷം ഭരിച്ച വി അബ്ദുറഹ്മാൻ MLAക്ക് സ്വന്തമായൊരു കെട്ടിടം ആ കോളേജിന് നിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചില്ല. ഒരു കോഴിക്കടയുടെ മുകളിലാണ് ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് തിരൂർക്കാരോടാണ് പണാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിന് വികസന തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് ആ ശുദ്ധമായ കൈക്കൊണ്ട് ഇനിയും തിരൂരിന്റെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാനും ചെയ്തുവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കറിയാം പൊന്നാനി മണ്ഡലത്തിൽ കപ്പും സാസറും